ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടെ ഈ ദേവാലയ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് തിരുവചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ലഭിച്ച ദൈവകൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുവചന ധ്യാനത്തിലേക്ക് കടക്കും മുൻപ് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഈ സന്ധ്യയിൽ അടിയങ്ങൾക്ക് ഒന്നിച്ചു ചേർന്ന് നിൻ്റെ സന്നിധിയിലേക്ക് വരുന്നതിനും നിന്നെ മഹത്വപ്പെടുത്തുന്നതിനും തിരുവചനത്തിൽ നിന്ന് കേൾക്കുന്നതിനും തന്ന കൃപയെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തിരുവചനത്തിൽ നിന്ന് അടിയങ്ങളിപ്പോൾ കേൾക്കുമ്പോൾ അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല നിലത്ത് വീണ വിത്തുപോലെ അത് 30, 60, 100 മേനിയായിട്ട് ഫലം കായ്ക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. ആമീൻ. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളും 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളുമാണ്. The Gospel according to Saint Luke, chapter 18 verses 31 to 34 and chapter 19 verses 1 to 10. കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രാമധ്യേ നടക്കുന്ന 2 സംഭവങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത് കർത്താവ് യെരുശലേമിലേക്ക് ആദ്യമായിട്ടല്ല പോകുന്നത്. ഇതിനു മുമ്പ് പല പ്രാവശ്യവും പോയിട്ടുണ്ട്. പക്ഷേ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് തൻ്റെ അവസാനത്തെ യാത്രയാണ് യെരുശലേമിലേക്കുള്ളത്. ഈ യാത്ര ചെയ്ത് യെരുശലേമിൽ എത്തിക്കഴിയുമ്പോൾ തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നവന് വ്യക്തമായ ധാരണയുണ്ട്. അവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമെന്നും അവർ തന്നെ പരിഹസിക്കുകയും തന്നെ കൊല്ലുകയും താൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. അതാണ് നമ്മൾ ആദ്യ ഭാഗത്ത് കാണുന്നത്. ആ ഭാഗത്തേക്ക് നമുക്ക് പിന്നീട് കടന്നു വരാം. അവിടെ നിന്നും യാത്ര തുടരുന്ന കർത്താവ് എരീഹോ പട്ടണത്തിലെത്തുമ്പോൾ നടക്കുന്ന ഒരു സംഭവമാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. നമുക്കേവർക്കും സുപരിചിതമായ ഒരു സംഭവമാണ്. ഇവിടെ ഒരു രൂപാന്തരത്തിൻ്റെ കഥയാണ്. ചെറുപ്പകാലം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കഥ. സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലുമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. നമ്മൾ ഒരുപാട് പാട്ടുകളും ആക്ഷൻ സോങ്ങുകളും ഒക്കെ നമ്മൾ ഈ കഥയെ ബേസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ സക്കായിയുടെ കഥയാണ്. ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് എൻ്റെ കയ്യിൽ പുതുതായിട്ടൊന്നുമില്ല. പക്ഷേ മറവി ഒരു അനുഗ്രഹമാണെന്നാണല്ലോ പറയുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയ ചില കാര്യങ്ങളെ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ അവസരം ഉപയോഗിക്കുന്നത്. സക്കായിയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സക്കായി എന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇന്നസെൻറ്റ് അല്ലെങ്കിൽ റൈറ്റിയസ് എന്നാണ്. ഒരു പക്ഷേ നമുക്ക് ദഹിക്കാൻ ഇത്ര പ്രയാസമായിരിക്കും അല്ലേ? സക്കായിയുടെ കഥയൊക്കെ വായിച്ചു കഴിയുമ്പോൾ ആ പേരും ആ മീനിങ്ങും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. സക്കായിയെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് അവിടെ കാണുന്നത്? ഫസ്റ്റ്, അവനൊരു ചുങ്കക്കാരനായിരുന്നു, ഒരു നികുതി പിരിക്കുന്നയാൾ. വെറും ഒരു നികുതി പിരിക്കുന്ന ആൾ മാത്രമായിരുന്നില്ല. ഹി വാസ് ദി ചീഫ് ഓഫ് ടാക്സ് കളക്ടേഴ്സ്. ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. എങ്ങനെയായിരിക്കും സക്കായി ചുങ്കക്കാരിൽ പ്രമാണിയായത്? നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിലൊന്ന് നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ വേൾഡിലാണെങ്കിൽ ഒരു ജോലിയിൽ എങ്ങനെയാണ് നമ്മൾ ചീഫാകുന്നത്? ഇത് നമ്മൾ സീനിയോറിറ്റി വൈസ് അല്ലേ? അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സക്കായി വളരെ കാലമായിട്ട് ആ ജോലി റോമ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ എന്താണ്, സക്കായിയുടെ ടാർഗറ്റ് നന്നായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലേ? പറയുകയാണെങ്കിൽ എംപ്ലോയി ഓഫ് ദ മന്തോ എംപ്ലോയി ഓഫ് ദ ഇയറോ ഒക്കെ ആയിരുന്നു കാണും സക്കായി അന്നത്തെ കാലത്ത്. സർക്കാർ പറഞ്ഞതിലും കൂടുതൽ നികുതി ഒരു പക്ഷേ സക്കായി പിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം സക്കായി ചുങ്കക്കാരിൽ പ്രമാണി അല്ലെങ്കിൽ ദ ചീഫ് ഓഫ് ടാക്സ് കളക്ടേഴ്സ് ആയത്. പിന്നീട് സക്കായിയെക്കുറിച്ച് ലൂക്കോസ് പറഞ്ഞ മറ്റൊരു കാര്യമാണ്, സക്കായി ധനവാനായിരുന്നു. ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു നികുതി പിരിവുകാരന് എത്രമാത്രം വരുമാനമുണ്ടാകും, എത്രമാത്രം സാലറി ഉണ്ടാകും അല്ലേ? അപ്പോൾ സക്കായി എങ്ങനെയാണ് ധനവാനായത്? തീർച്ചയായിട്ടും ഒരു പക്ഷേ അവൻ മറ്റുള്ളവരിൽ നിന്ന് അന്യായമായി പണം പിടിച്ചു വാങ്ങിയിട്ടുണ്ടാവും. പാവപ്പെട്ടവരെ അവൻ ചൂഷണം ചെയ്തിട്ടുണ്ടാകും. അതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല, വ്യക്തമായി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം സക്കായി ഒരു പക്ഷേ ധനവാനായത്. ഇത് കൂടാതെ
സക്കായിക്ക് കുറച്ച് കുറവുകളുണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സക്കായിയുടെ ആദ്യത്തെ കുറവ് എന്താണ്? ഒരു ശാരീരിക പരിമിതിയുള്ള ഒരു മനുഷ്യനായിരുന്നു സക്കായി. ഹി ഹാഡ് എ ഫിസിക്കൽ ഡിസബിലിറ്റി, പൊക്കക്കുറവ്. നമ്മൾ പലപ്പോഴും സക്കായിയെക്കുറിച്ച് പറയുന്നത് തന്നെ പാട്ട് ആക്ഷൻ സോങ്ങുകളിലൊക്കെ നമ്മൾ കുള്ളൻ സക്കായി എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്പം പൊക്കക്കുറവുള്ള മനുഷ്യനായിരുന്നു കാണും സക്കായി. രണ്ടാമതായിട്ട് പാപി എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരാളായിരുന്നു സക്കായി. ഹീബ്രു തിയോളജി ആൻഡ് ലിറ്ററേച്ചർ അനുസരിച്ച് നികുതി പിരിക്കുന്നവരെ കൊള്ളക്കാർക്ക് തുല്യമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു പാപിയായിട്ടായിരുന്നു അന്നത്തെ സമൂഹം കണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജീവിച്ചിരുന്ന സക്കായിയെ അവർ പാപി എന്ന് മുദ്ര കുത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത് അടുത്തതായിട്ട് അവനെന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു, മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ട ഒരാൾ. അതിന് കാരണങ്ങൾ പലതുണ്ടാകാം. ഒന്ന്, അവൻ്റെ ഫിസിക്കൽ ഡിസബിലിറ്റി ആകാം. നമുക്കറിയാം, ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആളെ ഇന്നത്തെ സമൂഹം തന്നെ എങ്ങനെയാണ് മാറ്റി നിർത്തുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു പക്ഷേ അവൻ്റെ ആ ഫിസിക്കൽ ഡിസബിലിറ്റി കാരണം അവനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നിരിക്കാം. പിന്നെ രണ്ടാമത് അവൻ്റെ തൊഴിൽ കാരണം. തീർച്ചയായിട്ടും അവന് അന്യായമായി ചുങ്കം പിരിക്കുന്നു, മറ്റുള്ളവരിൽ നിന്ന് പണം പിരിച്ചെടുക്കുന്ന ഒരാളായിരുന്നത് കാരണം അവനെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. സോഷ്യലി ഐസൊലേറ്റഡ് ആയിരുന്നു സക്കായി. സോഷ്യൽ ഐസൊലേഷനെ കുറിച്ച് നമുക്കിപ്പോൾ നന്നായിട്ട് അറിയാം, അല്ലേ? കോവിഡ് കാലത്ത് കുറച്ച് കാലമെങ്കിലും സോഷ്യൽ ഐസൊലേഷൻ എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞവരായിരുന്നു നമ്മളെല്ലാം. എത്ര ഭീകരമായിരുന്നു ആ അവസ്ഥ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ജീവിതകാലം മുഴുവൻ ഒന്ന് സോഷ്യലി ഐസൊലേറ്റഡ് ആയിട്ട് മറ്റൊരു കൂട്ടാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥ എത്ര ഭയാനകമായിരിക്കും. അങ്ങനെ ഒരവസ്ഥയിലൂടെ ആയിരുന്നു കാണും സക്കായി ജീവിച്ചിരുന്നത്. ഇത്രയൊക്കെ കുറവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും കർത്താവ് അവൻ്റെ അടുക്കലേക്ക് വന്നത്? ഉത്തരം 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 13-ാം വാക്യത്തിലും പറയുന്നുണ്ട്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. അപ്പോൾ കാരണം നമുക്കവിടെ കിട്ടി. പ്രിയപ്പെട്ടവരെ, ഞാൻ പാപിയായാലും കുറവുള്ളവനായാലും എനിക്ക് എന്ത് കുറവുണ്ടെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. കർത്താവ് ഇങ്ങോട്ട് എൻ്റെ അടുക്കലേക്ക് വന്ന് എന്നെ അങ്ങ് രക്ഷപ്പെടുത്തിക്കൊള്ളും. അങ്ങനെ കരുതി ആ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുകയാണോ നാം ചെയ്യേണ്ടത്? സക്കായി അതാണോ ചെയ്തത്? അല്ല, തീർച്ചയായിട്ടുമല്ല. സക്കായി എന്താ ചെയ്തേ? താൻ കേട്ടറിഞ്ഞ് കർത്താവിനെ കാണുന്നതിന് വേണ്ടിയിട്ട് അവൻ പോയി. അവനെ ഒന്ന് കാണുവാൻ, അവനെ ഒന്ന് അറിയുവാൻ വേണ്ടിയിട്ട് സക്കായി പരിശ്രമിക്കുകയാണ്. കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ തൻ്റെ ജീവിതം മാറി മറിയും എന്നൊന്നും അവൻ ചിന്തിച്ചിട്ടുണ്ടാവുമോ? എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഹി വാസ് സോ ഡിറ്റർമിൻഡ് ടു സീ ജീസസ്. കർത്താവിൻ്റെ അടുക്കൽ എത്തുവാൻ അവൻ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു, അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ അവൻ്റെ ആ ഫിസിക്കൽ ഡിസബിലിറ്റി തന്നെ, പൊക്കക്കുറവുള്ള ഒരാളായിരുന്നു. അപ്പോൾ അവിടെ പ്രത്യേകം പറയുന്നത്, ആൾക്കൂട്ടം നിമിത്തം അവന് കാണാൻ സാധിച്ചില്ല. ഒരുപാട് പേര് തിങ്ങി നിന്നിരുന്നത് കൊണ്ട് അവൻ അതിനിടയ്ക്കൂടെ ഒന്നും, ഒരുപക്ഷെ അവൻ ശ്രമിച്ചു കാണും അതിനിടയ്ക്കൂടെ ഒന്ന് കയറാൻ, പക്ഷേ ആൾക്കാരൊക്കെ അവനെ തള്ളി മാറ്റി കാണും, അവന് സാധിച്ചിട്ടില്ല. എന്നിട്ട് ഇത്രയും ബുദ്ധിമുട്ടി, എനിക്ക് കർത്താവിനെ കാണണ്ട, ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിനാണ് എന്നൊക്കെ ചിന്തിച്ചോ സക്കായി? ഇല്ല. അവൻ എന്താ ചെയ്തത്? അവന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഒരു വിയേർഡായിട്ടുള്ള കാര്യമാണ് അവനവിടെ ചെയ്തത്. ധനവാനായ ഒരു മനുഷ്യൻ, ചുങ്കക്കാരിൽ പ്രമാണി, അവനങ്ങനെ തൻ്റെ അവസ്ഥയൊന്നും ഓർത്തില്ല. തൻ്റെ അവസ്ഥയൊന്നും ഓർക്കാതെ അവൻ എന്താ ചെയ്യുക? ഓടിപ്പോയി ഒരു മരത്തിൻ്റെ മുകളിൽ വലിഞ്ഞു കയറുകയാണ്. താൻ കേട്ടറിഞ്ഞ കർത്താവിനെ എനിക്കെങ്ങനെയോ ഒന്ന് കണ്ടേ പറ്റുകയുള്ളൂ. അതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരുപക്ഷെ അവൻ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു കാണും ആ പോയ സമയത്ത്. ഞാനിങ്ങനെ പോയി മരത്തിൻ്റെ മേളിൽ കയറിയാൽ ആൾക്കാർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും? നാളെ ഞാൻ ചുങ്കം പിരിക്കുവാൻ ചെല്ലുമ്പോൾ അവരെനിക്ക് പൈസ തരുമോ? സമൂഹത്തിൽ എന്നെ കളിയാക്കുകയില്ലേ? ഇങ്ങനെയൊക്കെ ഒരു പക്ഷേ അവൻ ചിന്തിച്ച് കാണും. പക്ഷേ അതിലൊക്കെ ഉപരിയായിരുന്നു കർത്താവിനെ കാണണം, കർത്താവിനെ അറിയണം എന്നുള്ള അവൻ്റെ ആഗ്രഹം. 2-3 ആഴ്ച മുമ്പ് അച്ഛൻ പ്രസംഗിച്ചപ്പോൾ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ക്ലോസർ ടു ദ ഗോഡ് യു ഡു ദ വിയർഡസ്റ്റ് തിങ്. ബൈബിളിൽ തന്നെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷപാതക്കാരനായി ചുമന്നുകൊണ്ട് വന്ന സുഹൃത്തുക്കൾ അവരെന്താ ചെയ്തത്? വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് അതിനുള്ളിലൂടെ അവനെ ഇറക്കുകയാണ്. കാരണം എങ്ങനെയും അവനെ കർത്താവിൻ്റെ അടുക്കൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം.
അതേപോലെ തന്നെയാണ് രക്തസ്രാവക്കാരിയായ സ്ത്രീ ആ ആൾക്കൂട്ടത്തിനിടയിലൂടെ ചെന്ന് എങ്ങനെയെങ്കിലും അവൻ്റെ അടുത്തെത്തി അവൻ്റെ വസ്ത്രമെങ്കിലും ഒന്ന് തൊടുക. കുരുടനായ മനുഷ്യൻ, മറ്റുള്ളവരൊക്കെ അവനോട് പറഞ്ഞു നീ മിണ്ടാതിരിക്കുക, അവനെ ശാസിച്ചു. പക്ഷെ അവൻ എന്താ ചെയ്തത്? അപ്പോൾ കുറച്ചുകൂടെ ഉച്ചത്തിൽ അവൻ നിലവിളിക്കുകയാണ്, ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് അവർ ഒട്ടും ചിന്തിച്ചില്ല. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയും എന്ന് ചിന്തിച്ചില്ല. അവർക്കെന്താണ്? അവർക്ക് ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, കർത്താവിൻ്റെ അടുക്കൽ ചെല്ലണം. പ്രിയപ്പെട്ടവരെ, ഒരു 2 വർഷത്തിന് മുമ്പ് എൻ്റെ പപ്പ സുഖമില്ലാതിരുന്ന സമയത്ത് എനിക്ക് നാട്ടിൽ പോയി കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ മുൻപിൽ ആ ഒരു സമയത്ത് എനിക്ക് കുറച്ച് വെല്ലുവിളികളുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ജോർഡൻ ചെറുതായിരുന്നു. ജോർഡൻ 2 വയസ്സ് പോലും ആയിട്ടില്ല. അപ്പോൾ അവനെയും കൊണ്ട് തന്നെ ഇവിടുന്ന് നാട്ടിൽ വരെ യാത്ര ചെയ്യുക അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. രണ്ടാമത്, അതിനൊരു 2 മാസത്തിന് ശേഷം ഞങ്ങൾ ഫാമിലി ആയിട്ട് നാട്ടിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഓൾറെഡി വെക്കേഷൻ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ലീവിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ എനിക്ക് വീണ്ടും ലീവ് കിട്ടുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ലീവ് എടുത്താൽ ഞാൻ പിന്നീട് എടുത്ത ലീവിൻ്റെ കാര്യം എന്താകും? അതിനോടൊപ്പം തന്നെ ജെയ്ഡിൻ്റെ ഗ്രാജുവേഷൻ, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ തടസ്സങ്ങളൊക്കെ മറികടന്ന് നാട്ടിൽ പോയി എനിക്ക് എൻ്റെ പപ്പയെ കാണുവാൻ ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പപ്പയെ എനിക്കറിയാമായിരുന്നു. എൻ്റെ പപ്പയ്ക്ക് എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എനിക്കറിയാമായിരുന്നു. ആ ഒരൊറ്റ കാരണം മതിയായിരുന്നു എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള തടസ്സങ്ങളെയൊക്കെ മറികടന്ന് അപ്പോൾ എനിക്ക് നാട്ടിൽ പോകുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുക. ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ മുൻപിലുണ്ടാകും. എന്താ നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ? നമ്മുടെ ജോലിയാണോ? നമ്മുടെ രോഗങ്ങളാണോ? നമ്മുടെ കുറവുകളാണോ? നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആണോ? എന്താണ് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്? എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും അവൻ്റെ അടുക്കൽ ചെന്ന് കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത്? കർത്താവ് നമ്മെ പേർ ചൊല്ലി വിളിക്കും. സക്കായിയെ, അവനെ പേര് ചൊല്ലി വിളിക്കുകയാണ് കർത്താവ്. കർത്താവിന് എങ്ങനെയായിരുന്നു അവൻ്റെ പേരറിയാമായിരുന്നത്? കർത്താവ് നമ്മെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിക്കുകയാണ്. നമ്മളെ തടസ്സങ്ങളൊക്കെ അതിജീവിച്ച് അവിടെ ചെല്ലുമ്പോൾ പേർ ചൊല്ലി വിളിച്ച് അവൻ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. പക്ഷെ അവിടെ ചെന്ന് വെറുതെ നമുക്ക് രക്ഷ കിട്ടത്തില്ല. സക്കായി ഇറങ്ങി വന്നിട്ട് എന്താ ചെയ്തത്? അവൻ കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് ത്യജിച്ചു, അല്ലേ? ഉണ്ടായിരുന്നതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു, വാങ്ങിച്ചത് അന്യായമായി വാങ്ങിച്ചതൊക്കെ 4 ഇരട്ടി കൊടുത്തു. അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് രക്ഷ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിട്ടുകളയേണ്ട പല കാര്യങ്ങളുണ്ടാകും. അവയൊക്കെ വിട്ട് കളഞ്ഞാൽ മാത്രമേ കർത്താവ് തരുന്ന വിടുതൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ വിടുതൽ രോഗത്തിൽ നിന്നാകാം, പാപത്തിൽ നിന്നാകാം, നമ്മുടെ വിഷമത്തിൽ നിന്നാകാം, എന്തുമാകാം. കർത്താവിന് മാത്രം തരുവാൻ സാധിക്കുന്ന വിടുതലുകളുണ്ട്. പക്ഷേ അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ? നമ്മൾ അവൻ്റെ അടുക്കൽ എത്തിച്ചേർന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യ ഭാഗത്തേക്ക് പോകാം. കർത്താവ് യെരൂശലേമിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്നു, താൻ അവിടെ ചെല്ലുന്നു, തന്നെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും, അവർ തന്നെ അപമാനിക്കും, തുപ്പും, തന്നെ കുരിശിക്കും, 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കും. ഈ പറയുന്നത് ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല, അവർക്കത് ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവർക്ക് ഗ്രഹിക്കുവാൻ സാധിക്കാഞ്ഞത്? കഴിഞ്ഞ 3.5 വർഷമായി കർത്താവിൻ്റെ കൂടെ അവർ നടക്കുവാണ്. ഊണിലും ഉറക്കത്തിലും എല്ലാം കർത്താവിൻ്റെ കൂടെയാണ് അവർ നടക്കുന്നത്. അവൻ്റെ ഉപദേശങ്ങളൊക്കെയും അവർ കേൾക്കുന്നുണ്ട്. അവൻ ചെയ്ത അത്ഭുത പ്രവർത്തികളൊക്കെയും അവർ കാണുന്നുണ്ട്. എന്നിട്ടും കർത്താവ് ഈ പറഞ്ഞത് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് ഞാൻ പല വേർഷൻസ് കണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാഞ്ഞത് എന്നുള്ളത്. ഒരു കാര്യം ഞാൻ വായിച്ചത്, ഒരു പക്ഷേ അവർ പാനിക്കാകണ്ട എന്ന് കരുതി ദൈവം അവർക്കത് വെളിപ്പെടുത്താതിരുന്നതാകാം ആ സമയത്ത്. ഇറ്റ് വാസ് ഹിഡൻ ഫ്രം ദെം എന്നാണ്. അതാണ് ഞാൻ ഒരു വേർഷൻ കണ്ടത്. രണ്ടാമത് ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയുക, അപ്രോപ്രിയേറ്റായിട്ട് തോന്നിയ ഒരു വേർഷൻ എന്താണെന്ന് വെച്ചാൽ, അവർക്കാണെങ്കിൽ മശിഹായെക്കുറിച്ച് അവർക്ക് കുറച്ച് മുൻധാരണകൾ അവർക്കുണ്ടായിരുന്നു, കുറച്ച് പ്രീ കൺസീവ്ഡ് നോഷൻസ് അവർക്കുണ്ടായിരുന്നു. അത് തിരുവെഴുത്തുകളിൽ നിന്നും പ്രവാചകന്മാരിൽ കൂടിയൊക്കെ അവർ കേട്ട കാര്യങ്ങളാണ്. മശിഹ വരുന്നു, മശിഹ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ. പക്ഷേ ആ യഥാർത്ഥ മിഷൻ എന്തുവാണെന്ന് അവർ ഗ്രഹിച്ചില്ല. ദേ ന്യൂ എവറിത്തിങ് അബൌട്ട് ജീസസ്, ബട്ട് ഡിഡ് ദേ റിയലി നോ ജീസസ്? അവർക്ക് കർത്താവിനെ കുറിച്ചെല്ലാം അറിയാമായിരുന്നു, പക്ഷേ അവർക്ക് കർത്താവിനെ അറിയാമായിരുന്നുവോ? അവർ
അവരറിഞ്ഞു പിന്നീട് അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷവും പരിശുദ്ധാത്മാവിലൂടെ അവർ കർത്താവിനെ അറിഞ്ഞു. പക്ഷേ ആ ഒരു സമയത്ത് അവർക്കറിയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ അവസ്ഥ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. നമുക്ക് കർത്താവിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. സൺഡേ സ്കൂളിൽ തൊട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങിയതാണ്. പള്ളിയിൽ എന്നും പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട് കർത്താവിനെക്കുറിച്ച്, ലിറ്റർജി, എവറിത്തിങ്. കർത്താവിനെക്കുറിച്ച് നമുക്കറിയാൻ ഇനി ഒന്നും ഉണ്ടാവുകയില്ല. പക്ഷേ ഡു വി നോ ജീസസ്? നോയിങ് അബൌട്ട് ജീസസ് ആൻഡ് നോയിങ് ജീസസ് ഈസ് ഡിഫറെൻറ്റ്. കർത്താവിനെ അറിയുന്നതിനുള്ള ആദ്യത്തെ പടിയാണ് കർത്താവിനെ കുറിച്ചറിയുന്നത്. എങ്ങനെയാണ് കർത്താവിനെ നമ്മൾ അറിയുന്നത്? നോമ്പിൻ്റെ അവസാന പാദത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. 36 ദിവസം നമ്മളിലൂടെ കടന്നുപോയി. 36 ദിവസമായിട്ട് നമ്മൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഉച്ച നമസ്കാരം, വൈകുന്നേരത്തെ നമസ്കാരം, വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നു. നമ്മൾ ഉയിർപ്പിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉയിർപ്പിനോട് അടുക്കുന്നതിനനുസരിച്ച് എത്രത്തോളം നമ്മൾ കർത്താവിനോടടുത്തിട്ടുണ്ട്? നോമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മൾ ഉയിർപ്പിനോടല്ല അടുക്കേണ്ടത്. ഉയിർപ്പിനോട് അടുക്കുന്നതിനോടൊപ്പം തന്നെ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ അടുക്കണം. ദൈവത്തോടടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളുടെ അടുക്കലേക്കും വരുമെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ മാറി നിന്ന് കർത്താവിനെ കുറിച്ചറിഞ്ഞത് കൊണ്ടോ അവൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ടോ പ്രസംഗിച്ചത് കൊണ്ടോ ഒന്നും നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുകയില്ല. നമ്മൾ യഥാർത്ഥമായിട്ട് അവനെ അറിയണം. നോ ജീസസ്, ഗെറ്റ് ക്ലോസർ ടു ഹിം. നമ്മുടെ മുൻപിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും അതൊക്കെയും മറികടന്ന് കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ മാത്രമേ അവൻ നമ്മുടെ അടുക്കലേക്ക് വരികയുള്ളൂ. അങ്ങനെ അവൻ നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മളിലുള്ള പഴയ മനുഷ്യൻ ഉരിഞ്ഞു പോകപ്പെടുകയുള്ളൂ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. നോ ജീസസ് ബൈ നോയിങ് അബൌട്ട് ഹിം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അതിനെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. Thank you, Sandy. As usual, your talk was so beautiful